വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സമർപ്പിച്ചു. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആംബുലൻസ് കൈമാറിയത്. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ അടിമാലി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് 24 ലക്ഷം രൂപ ചിലവഴിച്ച് അത്യാധുനിക ആംബുലൻസ് കൈമാറി. ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം നിർവഹിച്ചു. ആംബുലൻസിന്റെ താക്കോൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ഏറ്റുവാങ്ങി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി K. വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ, ഇടുക്കി കേബിൾ വിഷൻ MD PS സിബി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ്, വിവിധ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ്ന ജോസ്, COA ഇടുക്കി ജില്ലാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, K. ഗോവിന്ദൻ, PS സിബി എന്നിവരെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുൻപ് തൃശൂർ ജില്ലയിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിക്കും കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി ആംബുലൻസ് നൽകിയിരുന്നു. വയനാട് ജില്ലയിലെ കൽപ്പറ്റ ജനറൽ ആശുപത്രിക്ക് മാർച്ച് 3 ആംബുലൻസ് കൈമാറുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ 30 വർഷമായും ഞങ്ങളുടെ ഉപഭോക്താക്കളായി കസ്റ്റമറായി തുടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ മേഖലയിൽ കേരള വിഷൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട്, ഞങ്ങളുടെ സർവീസിൻ്റെ മികവ് എത്രത്തോളമുണ്ട്, ഞങ്ങൾ നൽകുന്ന സേവനത്തിൻ്റെ തികവ് എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. 1/4 കോടി രൂപയോളം മുടക്കി ഈ അടിമാലി ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് സേവനം ഞങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ സേവനങ്ങൾ നൽകുന്ന മറ്റ് കമ്പനികൾ ഉപഭോക്താക്കളുടെ പോക്കറ്റ് കാലിയാക്കുന്നതല്ലാതെ ഇത്തരത്തിൽ ധാർമ്മികപരമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നതുകൂടി കൂട്ടുവായിക്കുമ്പോഴാണ് കേരള വിഷൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുക. കേരളത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആംബുലൻസ് സൗകര്യങ്ങളടക്കം ഡയാലിസിസ് സെൻ്ററുകളടക്കം ഉള്ള സൗകര്യങ്ങൾ ഇനിയും അൻവർ ട്രസ്റ്റിൻ്റെ പേരിൽ കേരള വിഷൻ. കേബിൾ TV രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നേറുന്ന കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ജനകീയ ഇടപെടലുകളുടെ മാതൃകയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.